ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗ്സ് പോലെയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഫേസിൽ മുഖക്കുരു, പാടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വരെ റിസൾട്ട് കിട്ടാത്തവരും ഉണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്നും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അതിലൊക്കെ പെട്ടത് തന്നെയായിരുന്നു. പിന്നെ പിമ്പിൾസ് വരുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ്സ് കൊണ്ട്, പിന്നെ ഹോർമോൺ ചേഞ്ച്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ പൊടി ഇതൊക്കെ അടിച്ചിട്ട് അതൊക്കെ കൂടി അടിഞ്ഞ് കയറി വേസ്റ്റ്, പിന്നെ ഫുഡിൽ നിന്ന്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പിമ്പിൾസ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അത് സമയമെടുക്കും. എന്തായാലും സമയമെടുക്കും. അത്രയൊന്നും ക്ഷമയുള്ളവരൊന്നും ആയിരിക്കില്ല നമ്മൾ. അപ്പോൾ പെട്ടെന്ന് ഇത് മാറിക്കിട്ടണം, എന്താണ് ഇതിന് സൊല്യൂഷൻ എന്നൊക്കെ വിചാരിച്ച് എന്നെപ്പോലെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഈ ഫീൽഡ് സീരിയലിലൊക്കെ ആയ സമയത്ത് എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ടും ഇങ്ങനെ പിമ്പിൾസ്, പെട്ടെന്ന് മേക്കപ്പ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ചിലപ്പോൾ, അങ്ങനെ എന്തോ ഭയങ്കരമായിട്ട് പിമ്പിൾസ് അങ്ങോട്ട് കൂടി. പിന്നെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട്, അത് കുത്തിപ്പൊട്ടിക്കുക എന്നുള്ളത്. അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ അടയാളങ്ങളും ഇതൊക്കെ എല്ലാം വന്ന് അങ്ങനെ ഫേസ് ആകെ വൃത്തികേടായി, മേക്കപ്പ് ചെയ്തിട്ടും മാറാണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ പ്രൊമോഷനായിട്ടൊന്നും വിചാരിക്കില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പ്രൊമോഷനൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എടാ മോനെ ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ഞാനിങ്ങനെ ഡേ 1 ഡേ 2 അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ ഫോട്ടോസ് വരെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 ഡേയ്സ് ഞാൻ നോക്കിയപ്പോൾ ഡിഫറൻസ് അറിയാനുണ്ട്. പിന്നെ ഞാനത് ഫോളോ ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഇത് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അത് ഫോട്ടോസ് ഇടാനും പറ്റാതെ വന്നു പോയത്. കാരണം എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ സാധനം തീർന്നു പോയി. ഇതാണ് ആ പ്രോഡക്റ്റ്, കണ്ടോ. അപ്പോൾ ഇതൊന്നുകൂടി ഓർഡർ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസർ, വേറൊരു ക്രീം പോലെ ഒന്നുകൂടി ഉണ്ട്. രണ്ടും കൂടിയൊക്കെ കോംബോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരൊറ്റ സാധനം മതി കേട്ടോ. ഇത് 2 നേരം നല്ല അടയാളം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് 2 നേരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് ഇതേപോലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വേറെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, ഫേസിന് അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് സ്നെയിൽ സെറമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒച്ചിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതാണിത് സാധനം. ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് 2 ഫിംഗറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഫുള്ളാക്കി കൊടുക്കുക. കുറച്ച് മതി. ഇപ്പോൾ ഇതെനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1.5 മാസത്തോളം നിന്നു ഞാൻ 2 നേരം യൂസ് ചെയ്തിട്ടും. അപ്പോൾ വല്ലാണ്ടില്ലാത്തവർക്കൊക്കെ കുറച്ച് ഒരു നേരം മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നൈറ്റ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ സാധനം മേടിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്, ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ, നമ്മൾ വേറെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഇതൊന്നും വാങ്ങാതിരിക്കുക. കാരണം ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവാം എന്ന് എനിക്കൊരു തോന്നൽ. കാരണം അതിൽ റേറ്റ് കുറവായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് നൈക്കേന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ. വാങ്ങുമ്പോൾ അത്രയ്ക്ക് ഇതിന് ശ്രദ്ധിക്കാനുള്ളൂ, വേറെ ഇതൊന്നുമില്ല. കാരണം കറക്റ്റ് പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ എന്തോ അത് അങ്ങനെ അത്ര എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നിങ്ങൾ നൈക്കിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കൂ. കാരണം പിന്നെ നമുക്കിത് റിസൾട്ട് കിട്ടൂല അങ്ങനെയുള്ളൊരു കോൺഫിഡൻറ്റ് കുറവ് വേണ്ടല്ലോ. നൈക്കിൽ നിന്ന് മേടിച്ചോ, ഉപയോഗിച്ച് നോക്ക്, നല്ല സാധനമാണ്. അപ്പോൾ ഇതാണ് സംഭവം. എവിടെ കണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്.
പക്ഷേ അറിയാത്ത ആർട്ടിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു ഫ്രണ്ടിനോട് പറഞ്ഞ സമയത്ത് അവളെന്നോട് ചോദിച്ചു, അങ്ങനെ ഒരു പ്രോഡക്റ്റാ? എന്നിട്ട് ഞാൻ ചിന്ന സെറാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാ പറഞ്ഞില്ല, ഇത് പറയണ്ടേ അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അറിയാത്തവരും ഉണ്ട്. എന്താ പിന്നെ ഇത് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അതിന് മുമ്പ് ഞാൻ കുറേ ക്രീംസൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉള്ളത് പറയാമല്ലോ, ഒന്നും ഉണ്ടായില്ല. ഇത് കുഴപ്പമില്ല എന്നല്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കും. ബൈ.